അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് പ്രബലമായ അഭിപ്രായപ്രകാരം ഷാഫി മദ്ഹബിൽ സുന്നത്തില്ല എന്നാണ്. ചില പണ്ഡിതന്മാർ ജായിസാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പ്രബലമായ അഭിപ്രായപ്രകാരം സ്ത്രീകൾക്ക് കറാഹത്താണ്. എന്നാൽ മഹാന്മാരായ ഔലിയാക്കന്മാരെ നമ്മളെല്ലാവരും മഹബത്ത് വെക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. അവരല്ലാഹുമായി അടുത്ത വ്യക്തിത്വങ്ങളാണ്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, അള്ളാഹു തആലയ്ക്ക് ആകാശത്തും ഭൂമിയിലും സൈന്യങ്ങളുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് പറഞ്ഞ ഭൂമിയിലെ സൈന്യങ്ങളെക്കുറിച്ച് പണ്ഡിത മഹത്തുക്കൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് മുഅ്മിനീങ്ങളായ അള്ളാഹുവിനേക്കടുത്ത ഔലിയാക്കന്മാരാണെന്നാണ്. ആ ഔലിയാക്കന്മാരെ സിയാർത്ത് ചെയ്യൽ, അമ്പിയാക്കന്മാരെ സിയാർത്ത് ചെയ്യൽ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും സുന്നത്താണെന്നാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. അപ്പോൾ സ്ത്രീകൾ മഖാം സിയാറത്തിന് പോകുമ്പോൾ മഹറമായ ആളുകൾ അത് വളരെ നിർബന്ധമാണ്, സുന്നത്തായ കർമ്മമാണെന്ന് കരുതി കൂട്ടമായിട്ടോ അല്ലാതെയോ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ ബസ്സിലാവട്ടെ അന്യ പുരുഷന്മാരോടൊന്നിച്ചോ ട്രെയിനിലോ ഒക്കെ സിയാറത്തിന് പോകൽ അത് കുറ്റകരവുമാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മദത്, അവരുടെ ഹിഫ്ള്, അവരുടെ നെളറ്, അവരിൽ നിന്ന് തവസ്സുൽ ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്യും, ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന വിശ്വാസപ്രകാരവും അവരുടെ മദതും അവരുടെ പൊരുത്തവും നമുക്ക് കിട്ടുമെന്ന വിശ്വാസപ്രകാരമാണ് നമ്മൾ സിയാറത്തിന് പോകുന്നത് എങ്കിൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടായിരിക്കണം. മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും വഫാത്തിന് ശേഷം സിയാറത്ത് ചെയ്യുമായിരുന്നു. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവ് വഫാത്തായി, അവിടുന്നും എപ്പോഴും സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പലപ്പോഴും തലമറക്കാറില്ല. വീടും അവിടുത്തെ ഖബറിടവും റൗള ഷരീഫിക്ക് വളരെ അടുത്ത സ്ഥലമാണ്. തലമറക്കാതെ പല അവസ്ഥയിലും അവിടേക്ക് പോയിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ അവിടെ ഖബറടക്കിയതിന് ശേഷം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും തന്നെ തലം മറക്കാതെ, മുഖം മറക്കാതെ ഒരിക്കലും തന്നെ അങ്ങോട്ട് സിയാറത്തിന് പോയിട്ടില്ല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് വിശദീകരണം നൽകിയിട്ടുമുണ്ടായിരുന്നു. ആദ്യത്തെ ഉപ്പയും അതുപോലെ തന്നെ ഭർത്താവുമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളുമാണ്. പിന്നീട് ഉമർ ഖത്താബ് അന്യപുരുഷനാണ്. ഇവിടത്തേക്ക് വന്നതിന് ശേഷം പരിപൂർണ ഇസ്ലാമിക വേഷത്തിലല്ലാതെ ഉപ്പയെയും പിതാവിനെയും സിയാർത്ത് ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനത്തുകളായ സ്ത്രീകളും ഈ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടെ കാണണം.